ശശി തരൂർ എംപിയുടെ ഭാഗത്തു നിന്നും കേരളത്തിലെ വ്യവസായ സൗഹൃദ അന്തരീക്ഷത്തെ വളരെയധികം പ്രകീർത്തിച്ചുകൊണ്ട് ലേഖനം വരികയും വളരെയധികം ചർച്ചയാവുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ കോൺഗ്രസ് അത് പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാൻ തയ്യാറായിട്ടില്ല. അവരത് പൂർണ്ണമായിട്ടും എതിർത്തുകൊണ്ടുള്ള സമീപനമാണ് പാർട്ടി സ്വീകരിക്കുന്നത്. വലിയ വിമർശനമാണ് ആ ഒരു നിലപാടിനോട്. അദ്ദേഹം വസ്തുതകൾ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണല്ലോ സംസാരിക്കുന്നത്. ഇപ്പൊ അതിലിപ്പോ അദ്ദേഹം കേരളത്തിൽ ഞങ്ങളെ അല്ലല്ലോ, LDF അല്ലെങ്കിൽ വ്യവസായ വകുപ്പ് പോലെ മുഖ്യമന്ത്രി അങ്ങനെയല്ലല്ലോ. അദ്ദേഹത്തിന്റെ പ്രശംസ കേരളത്തിനാകെ അവകാശപ്പെട്ടതാണ്. അതിന്റെ ഒരു ഭാഗം പ്രതിപക്ഷത്തിന് കൂടി അവകാശപ്പെടാം. കാരണം അവരുടെ മണ്ഡലങ്ങളിലും ഇത്തരം കാര്യങ്ങൾ നടക്കുന്നു, അവർ കൂടി മുൻകൈ എടുക്കുന്നു. ഇപ്പോൾ വിഴിഞ്ഞം കോൺക്ലേവ് നടക്കുമ്പോൾ ശ്രീ ശശി തരൂർ ഒരു മുഴുവൻ ദിവസം അതിനകത്ത് പങ്കെടുക്കുകയുണ്ട്. ഉദ്ഘാടന ചടങ്ങിൽ ഞങ്ങൾക്കൊപ്പമുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അദ്ദേഹം ഫയർ സൈഡ് ചാറ്റിനകത്ത് അദ്ദേഹം പങ്കെടുത്തു, പല ഇന്ററാക്ഷനകത്ത് അദ്ദേഹം പങ്കെടുത്തു. അപ്പോൾ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ഫുൾ ടൈം അദ്ദേഹം ചെലവഴിച്ചുകൊണ്ടാണ് വിഴിഞ്ഞത്തിന്റെ അടിസ്ഥാനപ്പെടുത്തി ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരാനായിട്ട് ഗവൺമെന്റ് അവിടുത്തെ ചേംബർ ഓഫ് കോമേഴ്സ് ഒക്കെ ചേർന്നതിൽ അദ്ദേഹത്തിന്റെ കൂടി പങ്കാളിത്തം ഉണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ ഭാഗമായി തന്നെ അവിടെ ലോകത്തിലെ ഒന്നാമത്തെയും രണ്ടാമത്തെയും ഷിപ്പിംഗ് കമ്പനികൾ, അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ, CEO അല്ലെങ്കിൽ MD ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ആളുകൾ ഉൾപ്പെടെ അതിൽ പങ്കെടുക്കുകയുണ്ടായി. അവരെല്ലാം എങ്ങനെയാണ് അതിനോട് പ്രതികരിക്കുമ്പോഴെന്ന് അദ്ദേഹത്തിന് നേരിട്ട് കാണാൻ കഴിഞ്ഞു. അപ്പോൾ അദ്ദേഹം കേരളത്തിന്റെ ഒരു MP ആണല്ലോ, മലയാളിയാണല്ലോ. അപ്പോൾ നാടിനോടുള്ള താല്പര്യമാണ് അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടുള്ളത്. എന്നാൽ അത് വസ്തുതകൾ അടിസ്ഥാനപ്പെടുത്തിയാണോ, അത് ഞാനിപ്പോൾ നേരത്തെ ഇവിടെ വിശദീകരിച്ചു. എന്താണ് MSME രാജ്യത്തെ നിർവചനത്തിൽ? അതാണ് വ്യവസായം, മാനുഫാക്ചറിങ്, സർവീസ്, ട്രേഡ്, 3 കാറ്റഗറി ഉണ്ട്. അല്ലാണ്ട് വിദേശത്ത് നിന്ന് വന്ന ഒരാൾ ഒരു ബേക്കറി തുടങ്ങിയാൽ അയാളെ നമ്മൾ അധിക്ഷേപിക്കാൻ പാടില്ല. അതെല്ലാം ചേർന്നിട്ടാണ്, അതെല്ലാം പബ്ലിക് ഡൊമൈനകത്ത് തന്നെ ഉണ്ട് എത്ര വ്യവസായ സംരംഭമാണ് തുടങ്ങിയത്. അത് അമേരിക്കൻ സൊസൈറ്റി ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ റെക്കഗ്നൈസ് ചെയ്തു. മസൂറിയിലെ ട്രെയിനിങ്ങിൽ നമ്മുടെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പഠിപ്പിക്കാൻ KSIDC MDയെ ഇപ്പോൾ വിളിച്ചിരിക്കുന്നു. പ്രൈം മിനിസ്റ്റർ തന്നെ ബെസ്റ്റ് പ്രാക്ടീസ് ഇൻ MSME സെക്ടറെ അംഗീകരിച്ചു. ലോകപ്രശസ്ത സ്ഥാപനം IIM ഇൻഡോർ ഇതിനെക്കുറിച്ച് പ്രത്യേകം അവരുടെ പഠനം നടത്തി വളരെ വിശദമായ റിപ്പോർട്ട് ഗവൺമെന്റിന് സമർപ്പിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ നമുക്ക് അതിനുള്ള അംഗീകാരം CPM-നോ LDF-നോ ഉള്ള അംഗീകാരം മാത്രമല്ല, അത് നാടിനാകെയുള്ള അംഗീകാരമാണ്. അത് ശക്തിപ്പെടുത്തി നാടിനെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നതാണ് എല്ലാവരും ചെയ്യേണ്ടത്. ആ ഉത്തരവാദിത്വം സങ്കുചിതമായ രാഷ്ട്രീയ താല്പര്യത്താൽ പലരും മറന്നു പോകുന്നുണ്ട്. അവരും ശരിയായ രൂപത്തിലേക്ക് അധികം വൈകാതെ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.